ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, ഒന്നും രണ്ടും പിണറായി ഗവൺമെൻറ്റുകളുടെ കഴിഞ്ഞ 8 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങളുടെ വലിയൊരു വേലിയേറ്റം ഉണ്ടായിട്ടുള്ള കാലമാണ് സർ. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, സ്കൂളുകളുടെ വികസനമല്ലേ, ആശുപത്രികൾ വികസിപ്പിക്കുകയാണ്, ദേശീയപാത, തീരദേശ ഹൈവേ, മലയോര ഇതൊക്കെ മാത്രമല്ലേ ഉള്ളൂ എന്നുള്ള നിലയിൽ വികസനത്തെ അതിൽ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ ചില ആളുകൾ നടത്താറുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വികസനം എന്നുള്ള നിലയിൽ ഒരു സ്വപ്ന പദ്ധതി പൂർത്തീകരിക്കുന്നത് സർ ഈ വിഴിഞ്ഞം പദ്ധതി തന്നെയാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ശ്രീ ആൻസലൻ സംസാരിച്ചപ്പോൾ ചെറിയൊരു ശബ്ദം അപ്പുറത്തെ കൂടുന്നുണ്ടായി. നമുക്കറിയാം സർ, തീരദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വികസന പദ്ധതിയെ മുടക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ഈ നാട്ടുകാർക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നതാണ്. തീരദേശവാസികൾ ആ തെറ്റിദ്ധാരണ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം ഞങ്ങൾക്കത് ബോധ്യമായി സാർ. ആ തെറ്റിദ്ധാരണ തന്നെ അവർ നിൽക്കാൻ സാർ, ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ള ഈ വികസന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഭൂഗർഭ റെയിൽപാതയാണ്. അതിന് എത്ര ഹെക്ടർ ഭൂമിയാണ് സാർ ഏറ്റെടുക്കുന്നത്? ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ഏത് ഘട്ടത്തിലാണ്? പ്രതീക്ഷിക്കുന്ന ചെലവിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കാം മിനിസ്റ്റർ. 10.7 കിലോമീറ്ററാണ് ആകെ റെയിൽവേ പാതയുടെ ദൈർഘ്യം. അതിൽ 9.2 കിലോമീറ്ററാണ് ഭൂഗർഭ പാത. ഇതിനാവശ്യമായ സ്ഥലമെടുപ്പ് ഇപ്പം നടന്നു വരുന്നു. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ എത്ര എടുക്കുന്നു എന്നുള്ള വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടക്കുക.